നമസ്തേ, എല്ലാവരും സുഖമായിരിക്കുന്നോ? നമുക്കിന്ന് ഒരു വറുത്തരച്ച ഞണ്ട് കറി വെച്ചാലോ? ഇതാ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ ഒരു 1/2 കിലോ ഞണ്ട് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിനാവശ്യമായത് 2 സവാളയാണ്, മീഡിയം സൈസിലുള്ള 2 സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാനിത് ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിന് ആവശ്യമായത് 2 തക്കാളിയാണ്. തക്കാളി ഞാൻ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അല്പം മല്ലിപ്പൊടി, പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്. ഞാനിവിടെ ഉപയോഗിച്ചത് കാശ്മീരി മുളക് പൊടിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് സാധാ മുളക് പൊടി ഉപയോഗിക്കാം. പിന്നെ നമുക്കിതിൽ വേണ്ടത് കുറച്ച് ഗരം മസാലയാണ്. ഞാനൊരു കുഞ്ഞ് സ്പൂണിൽ, ഒരു ടീസ്പൂണിൽ ഗരം മസാല എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് അല്പം മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും. ഞാൻ ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി, ഒരു കുഞ്ഞ് കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ട് അത് ചതച്ച് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ടില്ല കേട്ടോ. പിന്നെ അല്പം കറിവേപ്പില, പിന്നെ ചെറിയ 2-3 പച്ചമുളക് അത് കീറി വെച്ചത് അതും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറിയിലേക്ക് കടക്കാം. ഞാനൊരു മൺചട്ടിയല്ലാന്ന് ഞാൻ കറി വെക്കുന്നത്. മൺചട്ടി എടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായിട്ട് ചൂടാവട്ടെ. ചട്ടി ചൂടായപ്പോൾ ഞാനതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഒക്കെ കുറച്ച് ലാഗ് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ വെളിച്ചെണ്ണ ചൂടായി അതിൽ കുറച്ച് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കടുക് ഒന്ന് പൊട്ടണം. ഓക്കെ, കടുക് പൊട്ടി. ഇപ്പം നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടില്ലേ വെളുത്തുള്ളിയും ഇഞ്ചിയും, അത് നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുക. ഇനി അത് നന്നായിട്ട് മൂക്കണം. നന്നായിട്ട് ഇളക്കട്ടെ. അതിൻ്റെ ഒരു പച്ച മണം മായുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. എനിക്ക് മുമ്പ് അങ്ങനെ വീഡിയോ ഒന്നും ചെയ്തുകൊണ്ട് ഉള്ള അനുഭവം ഇല്ലാത്തതുകൊണ്ടാട്ടോ ഇങ്ങനെ ലാഗ് വരുന്നത്. ഇനി ഞാൻ കുറച്ച് അങ്ങോട്ട് എത്തുമ്പോഴേക്കും ഞാനിതെല്ലാം പരിഹരിച്ച് നല്ല അടിപൊളിയായിട്ട് വീഡിയോ ചെയ്യും. അപ്പോൾ നമ്മളെ വെളുത്തുള്ളിൻ്റെയും ഇഞ്ചിൻ്റെയും പേസ്റ്റ് ഏകദേശം മൂത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്തു, പച്ചമുളക് ചേർത്ത് അത് നന്നായിട്ട് ഇളക്കുക. എൻ്റെ ഈ വീഡിയോ കാണിക്ക് നല്ല ക്ഷമ വേണം, ക്ഷമിക്കേട്ടാ. ഓക്കെ, അതിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് വീണ്ടും വഴറ്റുക. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ കാശ്മീരി മുളക് പൊടി ചേർത്തു. പിന്നെ മല്ലിപ്പൊടി ചേർത്ത്, ഗരം മസാലേൻ്റെ പൊടി ചേർത്തു കേട്ടോ. പിന്നെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചേർത്ത് ഇതൊക്കെ കൂടി നന്നായിട്ട് ഇളക്കുക. പിന്നെ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തില്ല, മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മൂപ്പിക്കുക. ഈ മസാല നന്നായിട്ട് മൂക്കട്ടെ. ഈ വീഡിയോ എടുക്കുന്നതും ഇളക്കുന്നതെല്ലാം ഞാനാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ലാഗ് വരുന്നത്. നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട്. സവാള ചേർക്കുന്ന വീഡിയോ മിസ്സായിപ്പോയി. ഓക്കെ, സെറ്റ്. സവാളയും കൂടി ചേർത്തിട്ടുണ്ട്. സവാളയും ചേർത്ത് നന്നായിട്ട് വഴറ്റുക. നന്നായിട്ട് നമ്മൾ നേരത്തെ പൊടികളെല്ലാം ചേർത്തല്ലോ, അതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി കൂടി ചേർക്കുക. എന്നിട്ട് ഈ സവാളയും തക്കാളിയും എല്ലാം കൂടി നന്നായിട്ട് വഴറ്റി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കും. ഞാനിവിടെ കല്ലുപ്പാണ് ഉപയോഗിച്ചത്. ഞാൻ പൊടിയുപ്പ് അങ്ങനെ ഉപയോഗിക്കില്ല കേട്ടോ. നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഞണ്ട് ചേർത്ത് കൊടുക്കാം.
ഞണ്ട് ചേർത്തപ്പോൾ പിന്നെ വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി ആ മസാലയുടെ കൂടി ഒന്ന് യോജിപ്പിക്കുക. നന്നായിട്ട് മസാലേൻ്റെ കൂടെ നമ്മൾ എല്ലാം കൂടി ഒന്ന് നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അതൊരു അടുപ്പെടുത്തിട്ട് മൂടിയിട്ട് വേവിക്കാൻ വെക്കാം. ഏകദേശം ഒരു അരമണിക്കൂറോളം ഇത് നന്നായിട്ട് വേവട്ടെ. അതിൽ അപ്പം മൂടി മാറ്റിയിട്ട് അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ചതാണത്. ഓക്കെ, ഇനി നമുക്കിതിന് വേണ്ട അരപ്പ് തയ്യാറാക്കി എടുക്കണം. ഇതാ തേങ്ങ ചിരവിയതുണ്ട്, ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ കുരുമുളക്, കറിവേപ്പില, ഇത്ര സാധനങ്ങളാണ് ഞാൻ തേങ്ങ വറുത്തിറക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ ചട്ടിയിൽ ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമ്മൾ ചിരവി വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുക. ഞാൻ തേങ്ങ ചേർത്ത് കൊടുത്തു. തേങ്ങയും കറിവേപ്പിലയും കുരുമുളകും അത് നന്നായിട്ട് വഴറ്റുക. നന്നായിട്ട് വറുത്തെടുക്കുക. ഈ തേങ്ങയും കുരുമുളകും കൂടിയിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ. ഓക്കെ, ഇതാ നമ്മൾ തേങ്ങ ശരിക്കും വറുത്തെടുത്ത് കഴിഞ്ഞ് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കിതെന്ത് ചെയ്യുക, അരച്ചെടുക്കാം. വെള്ളം ചേർക്കാതെ വേണം നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പരമാവധി വെള്ളം ചേർക്കരുത്. അപ്പോൾ ഞാൻ പിന്നെയെന്ന് വെച്ചാൽ നന്നായിട്ട് പേസ്റ്റായിട്ട് അരയേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് ഒരു ക്രഷല്ല. അപ്പോൾ അതിലും കുറച്ച് കൂടുതലായിട്ട് അങ്ങനെ അരച്ചാൽ മതി. അങ്ങനെ പിന്നെ നമ്മളെ ഞണ്ട് കറിയിൽ നമുക്ക് അരച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. കണ്ട, ഈ വെള്ളം ചേർക്കാത്തതുകൊണ്ടാണ് നമ്മളെ തേങ്ങ വറുത്തതിന് ഇങ്ങനെ ഒരു ബ്ലാക്ക് കളർ. അപ്പോൾ വെള്ളം ചേർത്താൽ ഇതിന് കളറ് മാറും. അപ്പോൾ നമുക്ക് ആ തനതായിട്ടുള്ള ആ ഒരു ഭംഗി കിട്ടില്ല. അപ്പോൾ ഈ ഒരു കറുപ്പ് കളറെല്ലാം ആകുമ്പോൾ നമുക്ക് നമുക്കൊരു ആകർഷണം തോന്നും അല്ലേ. അപ്പോൾ ഇതിൽ ഞാൻ തേങ്ങ വറുത്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് അത് തേങ്ങയിൽ കിടന്നിട്ട് നന്നായിട്ട് നമ്മൾ ഞണ്ട് നല്ലോണം ഒന്നുകൂടി വേവട്ടെ. ഓക്കെ, നമ്മൾ ഞണ്ട് കറി സെറ്റായിട്ടുണ്ട് കേട്ടോ. ഞാനൊരു ബൗളിലേക്ക് നമ്മൾ കറീനെ മാറ്റിയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ഞാൻ രുചിച്ച് നോക്കി. അപ്പോൾ എനിക്ക് ധൈര്യത്തോടു കൂടി നിങ്ങളോട് പറയാം, വളരെ രുചികരമായ ഒരു ഞണ്ട് കറിയാണ്. നിങ്ങൾ വീട്ടിൽ നിന്ന് നിർബന്ധമായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, അതുപോലെ കമൻറ്റ് ചെയ്യണം. ഓക്കെ.